കൂട്ടുകാർ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് മാളിനെ കുറിച്ചാണ്. ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓർമ്മയിൽ വരുന്നത് ലുലു മാൾ, റിലയൻസ് സ്മാർട്ട്, അതല്ലെങ്കിൽ ഡി മാർട്ട്, അതല്ലെങ്കിൽ ബിഗ് ബസാർ, അതല്ലെങ്കിൽ ടാറ്റയുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന നിരവധി പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ നിരവധി ഷോപ്പിംഗ് സെന്ററുകളുണ്ട്. അത് നമ്മുടെ സാധാരണ വീട്ടുകാർക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് പോയി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന വലിയ ഷോപ്പിംഗ് മാളുകളാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. ബിസിനസ്സുകാർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് വിളിക്കാം. വേറെ ഒന്നുമല്ല, വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ട് B2B ബിസിനസ് ഷോപ്പിംഗ് സെന്റർ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ത്രില്ലുള്ളൂ. അതിലാണെന്നുണ്ടെങ്കിൽ വ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആയിരിക്കും പരിപാടി. അപ്പോൾ ആരും പറയരുത്, അന്നേറ്റേച്ചും പോടാന്ന് പറയരുത്. ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എനിവേസ്, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാർ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കർണൂലിലുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ B2B സെൻ്ററാണ്. വാൾമാർട്ടിൻ്റെ ഷോപ്പിംഗ് സെൻ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് വാൾമാർട്ടിനെ കുറിച്ച് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി അതിൻ്റെ ബേസിക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 2007 സച്ചിനും ബിന്നി ബൻസാലും ചേർന്ന് സ്ഥാപിച്ച ഇന്ത്യയിലെ മുൻനിര ഇ-കോമേഴ്സ് ഭീമനാണ് ഫ്ലിപ്കാർട്ട് കേട്ടോ. സച്ചിൻ എന്ന് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, ഇത് വേറെ വ്യക്തിയാണ്. 32,500 രൂപയുടെ പ്രൊഡക്റ്റാണ്. 25,501 രൂപ ഡിസ്കൗണ്ട്, 78.46% ഡിസ്കൗണ്ട്. വെറും 6,999 രൂപയ്ക്കാണ് ഈ സഫാരിയുടെ ട്രോളി. യഥാർത്ഥത്തിൽ ഒരു ഓൺലൈൻ പുസ്തകശാലയായിട്ട് ആരംഭിച്ച് ഇലക്ട്രോണിക്സ്, ഫാഷൻ, പലചരക്ക് സാധനങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു വലിയ വിപണിയായിട്ടാണ് ഇത് വളർന്നു വന്നത്. ക്യാഷ് ഓൺ ഡെലിവറി പോലുള്ള നൂതനമായ കാര്യങ്ങൾക്ക് പേര് കേട്ടതും എന്നാൽ ഇപ്പോൾ വാൾമാർട്ടിൻ്റെ ഭൂരിഭാഗം ഉടമസ്ഥതയിലുമാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഉള്ളത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഫൗണ്ടഡ് നമ്മുടെ ബാംഗ്ലൂരാണ്. എന്നാൽ 2018 അമേരിക്കൻ ഭീമനായ വാൾമാർട്ട് ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ 77% വാങ്ങിച്ചു. ഇപ്പോൾ വാൾമാർട്ടിൻ്റെ ഉടമസ്ഥതയിലാണ് ഫ്ലിപ്കാർട്ട് ഉള്ളത്. അതായത് സിംഹഭാഗവും വാൾമാർട്ടിൻ്റെ ഉടമസ്ഥതയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ B2B സർവീസ് എങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സെൻ്റർ ഒന്നുമില്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു B2B സെൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്കാണ് ഇവിടെ വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ പോലും മതി. ആ ഷോപ്പിൻ്റെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ ആ GST നമ്പർ വെച്ചിട്ടോ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ MRP വിട്ട് ബിസിനസ്സുകാർക്കുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൈസ വ്യത്യാസത്തിലാണ് നമുക്ക് ഇവിടെ സംഭവങ്ങളെല്ലാം കിട്ടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ കയറിയത്. അപ്പോൾ ആളുടെ കെയർ ഓഫിൽ കയറി ആളുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് സംഭവങ്ങൾ ഷോപ്പിംഗ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കാർഡില്ല. അപ്പോൾ വേറെ ആ സുഹൃത്തിൻ്റെ ഷോപ്പിംഗ് കാർഡിൽ വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ B2B സെൻറ്റർ. എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മറക്കരുത്. ബൈ.